നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ. ജി സുധാകരന്റെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്തുന്നത് ചിലർ തമ്മിലുള്ള നാടകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണെന്ന് നിലവിലെ അമ്പലപ്പുഴ MLA എച്ച് സലാം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് കോടതി നടപടി സ്വീകരിച്ചത്. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു. ജി സുധാകരന്റെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു. ജി സുധാകരന്റെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരാൾ എത്ര തവണ മന്ത്രിയായി എന്നതല്ല ചോദ്യം, മറിച്ച് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിലാണ് കാര്യം. TM തോമസ് ഐസക് 2 തവണ മന്ത്രിയായ ആളല്ലേ? തന്നോട് ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഐസക്കിനോട് ചോദിക്കാത്തത്? 3 തവണ നിയമസഭയിലേക്കും 2 തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചതിൽ 1 തവണത്തെ പരാജയം ഒഴിവാക്കിയാൽ പലതവണ ആരിഫ് MLAയും MP യും ഒക്കെ ആയില്ലേ? അദ്ദേഹത്തോടും ആരും ഒന്നും ചോദിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ ആകണം. ആരോടും അത്തരത്തിൽ ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് തന്റെ നിലപാടും. അപ്പോൾ തന്നോട് മാത്രം എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെന്നും ജി സുധാകരൻ ചോദിച്ചു. എന്നുള്ളതല്ല, എത്ര ഇവിടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ഥാനം ഉപയോഗിച്ച് എന്ത് ചെയ്തു, നാട്ടുകാർക്ക് എന്ത് ചെയ്തു? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ലേ? എൻ്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്? അയാളോട് എന്തായാലും ചോദിക്കാത്തത്? അയാളോട് എന്തായാലും ചോദിക്കാതെ പാർലമെന്റ് മത്സരിപ്പിച്ചത് 3 എന്താ ചോദിക്കാത്തത്? ആരിപ്പോൾ 3 തവണ അസംബ്ലി ജയിച്ചു, 2 തവണ പാർലമെന്റ് മത്സരിച്ചു, ഒരിക്കലെ തോറ്റു, 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. എന്താ അയാളോട് എന്താ ചോദിക്കാത്തത്? ചോദിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാത്തതിന്റെ പേരിലൊന്നുമല്ല എന്റെ പ്രശ്നം. എനിക്കത് പ്രശ്നമില്ല. മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടും എന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ ജയിക്കണം. പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. ഏത് നെറ്റിപ്പട്ടം കിട്ടിയ ഭൂഷാവ പ്രഭാഷകന്റെ മുമ്പിൽ തോൽക്കാതെ സംസാരിക്കാൻ കഴിയണം. അല്ലാതെ അയാളെ കണ്ട് ചീത്തയെ വിളിച്ചു പൂവി ഇറങ്ങിപ്പോയിട്ട് കഴിയുന്നില്ല. ആശയപരമായി നേരിടണം. അങ്ങനെ ഒരു തലമുറയുടെ അവസാനം വന്ന ആളാണ് ഞാൻ. 10-63 വർഷം അത് ചെയ്തു. നിലവിൽ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് താൻ മത്സരിക്കുന്നത്. ഇതുവരെ ഒരു പാർട്ടിയുമായും പാർട്ടി നേതാക്കളുമായും പിന്തുണയെപ്പറ്റി സംസാരിച്ചിട്ടില്ല. പോസ്റ്റർ കെട്ടിയുള്ള വലിയ പ്രചാരണങ്ങൾ ഒഴിവാക്കിയായിരിക്കും താൻ മത്സരരംഗത്തേക്ക് എത്തുകയെന്നും തന്റെ കൂടെ മണ്ഡലത്തിലെയും പുറത്തെയും പൊതുജനങ്ങൾ കൂടെയുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി പാർട്ടിയിൽ നിന്നും തുടരുന്ന അവഗണനയും അടുത്തിടെ ഉണ്ടായ അവഹേളനം, തുടർന്ന് അനുരഞ്ജനത്തിന്റെ പേരിൽ നടത്തിയ പ്രഹസനങ്ങൾ എല്ലാമാണ് പാർട്ടിക്കെതിരെ നീങ്ങാൻ ജി സുധാകരന് പ്രേരണയായത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്തുന്നത് ചിലർ തമ്മിലുള്ള നാടകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണെന്ന് അമ്പലപ്പുഴ MLA എച്ച് സലാം അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എച്ച് സലാം. ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്തുന്നത് ചിലർ തമ്മിലുള്ള നാടകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണെന്ന് എച്ച് സലാം MLA പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അരങ്ങേറുന്ന നാടകത്തിന്റെ ഒരു രംഗം മാത്രമേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. 2 രംഗം കൂടി വരാനുണ്ട്. ഒന്ന് UDFൻ്റെതാണ്, പിന്നെ ഒന്ന് BJPയുടേതാണ്. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമല്ല, വളരെയേറെ ആലോചിച്ച് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 2 രംഗം കൂടി അവതരിച്ചതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമ്മളൊന്നും മണ്ടന്മാരല്ലല്ലോ. പിന്നെ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലേക്ക് ഇതുപോലെ ഒരു സാഹചര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് വർഷങ്ങൾ നിന്ന് അദ്ദേഹം കൂടി അധ്വാനിച്ചുണ്ടാക്കിയൊരു പാർട്ടി ഒക്കെയാണ്, അതൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അത് പറയുമ്പോഴും ദീർഘനാൾ മറ്റ് ആൾക്കും ലഭിക്കാത്തൊരു പരിഗണന
ലഭിച്ച ഒരാൾ. ഇപ്പോൾ ചിലരുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായുള്ള ആദ്യ ഭാഗം മാത്രമാണ് നടന്നതെന്നും ഇനി 2 ഭാഗം കൂടി ഉടൻ ഉണ്ടാകുമെന്നും അതിനുശേഷം താൻ കൂടുതൽ കാര്യം സംസാരിക്കാമെന്നും എച്ച് സലാം വ്യക്തമാക്കി. ഇനി വരാനുള്ള ഭാഗത്തിൽ ഒന്ന് കോൺഗ്രസിന്റേതും രണ്ടാമത്തേത് BJPയുടേതുമാണ്. ദീർഘനാൾ മറ്റാർക്കും ലഭിക്കാത്ത പരിഗണന ലഭിച്ച ഒരാൾ പാർട്ടിയെ ചതിച്ച് ഈ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെ അതിനെ നേരിടണമെന്ന് ജി സുധാകരൻ തന്നെ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ അണിനിരത്തിയും ഇത്തരം കാര്യങ്ങൾ നേരിടുമെന്നും എച്ച് സലാം വ്യക്തമാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് കോടതി നടപടി സ്വീകരിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് കോടതി നടപടി സ്വീകരിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ നിലവിലെ മുഴുവൻ ഭാരവാഹികളും ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവോടെ അയോഗ്യരായി. അന്തരിച്ച പ്രൊഫസർ MK സാനു ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ SNDP സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് TR രവി അധ്യക്ഷനായുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ്. SNDP യോഗത്തിന്റെ കണക്കുകൾ സുതാര്യമല്ലെന്നും യഥാസമയം കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ഹാജരാക്കുന്നില്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ പരാതി. 2013 മുതൽ തുടർച്ചയായി 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും ഓഡിറ്റ് ചെയ്ത് ഹാജരാക്കുന്നതിൽ ഡയറക്ടർ ബോർഡ് വീഴ്ച വരുത്തിയതായി കോടതി കണ്ടെത്തി. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായതിനാൽ തന്നെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സമർപ്പിക്കൽ നിർബന്ധമായിരുന്നു. കണക്കുകൾ ഹാജരാക്കാത്ത SNDP ഡയറക്ടർ ബോർഡിന്റെ നടപടി കമ്പനീസ് ആക്ടിന്റെ ലംഘനമാണെന്നാണ് കോടതി കണ്ടെത്തിയത്. രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ റിപ്പോർട്ടും കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചു. വീഴ്ച കണ്ടെത്തിയതോടെ മുഴുവൻ ബോർഡ് അംഗങ്ങളെ അടക്കം അയോഗ്യരാക്കി കോടതി ഉത്തരവിടുകയായിരുന്നു. ആരോഗ്യ മേഖലയിൽ നടന്നത് 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചേർത്തല താലൂക്ക് ആശുപത്രിക്കായുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചേർത്തല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്കായുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേർത്തല താലൂക്ക് ആശുപത്രിക്കായി 84 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക കെട്ടിടമാണ് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. കേവലം കെട്ടിടങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, മറിച്ച് അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ കൂടി സജ്ജമാക്കി സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലഭിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്ന കാര്യം കൂടി അഭിമാനകരമായ നേട്ടമാണ്. ഞാൻ പറഞ്ഞ പിഴവുകൾ തിരുത്തണം. അതിന്റെ അർത്ഥം എല്ലാം മോശമാണെന്നല്ല. ചിലരൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കാൻ നോക്കിയാൽ ഇതെല്ലാം മോശമാണെന്ന് പറയാൻ നോക്കിയാൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കുക. ഈ സംവിധാനം തകർന്നാൽ എന്തായിട്ട് സംഭവിക്കാമെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ഇവിടുന്ന് ഞാനൊക്കെ ഒരുപാട് ആശുപത്രികളിലേക്ക് വിളിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ വിളിച്ച ആശുപത്രിയുടെ മാനേജ്മെന്റ് മാറി കേട്ടോ. ആ മാനേജ്മെന്റ് മാറിയിട്ട് ഇപ്പൊ അമേരിക്കൻ കമ്പനികളാണ് ഈ കേരളത്തിലെ പല ആശുപത്രികളെയും വിലക്കെടുത്തിരിക്കുന്നത്. ആർദ്രം മിഷനിലൂടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശുപത്രിയിലെ മികച്ച സേവനത്തിന് സർജറി വിഭാഗത്തിലെ ഡോക്ടർ S മുനീർ, ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച PRO സിനി മാത്യു എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ചേർത്തല നഗരസഭാ അധ്യക്ഷൻ S സോബിൻ, ഉപാധ്യക്ഷൻ വത്സല കുമാരി ടീച്ചർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ S സനീഷ്, അഫീന രാജു, ബീന അജി, ടോമി എബ്രഹാം, ധന്യ ജയദേവൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, K പ്രസാദ്, PT ജോസഫ്, D ജ്യോതിഷ്, ഷേർലി ഭാർഗവൻ, ഡോക്ടർ KJ റീന, ഡോക്ടർ കോശി C പണിക്കർ, TK സുജിത്, ഡോക്ടർ A അജ്മൽ, ഹാപ്പി P അബു, ഡോക്ടർ SR അമീന, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA എച്ച് സലാം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോബിൻ V വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA എച്ച് സലാം നിർവഹിച്ചു.
ഞങ്ങൾ 4 പേർ മാത്രമേ പ്രിൻസിപ്പളോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഓർമ്മ എപ്പോഴും ഞാൻ ഏത് കോളേജിലും ഉദ്ഘാടനം ചെയ്യാൻ പോയാലും അക്കപ്പെട്ട മനസ്സിലുള്ള കാര്യം കഴിവുള്ള കാര്യം. ഇവിടെ കോളേജിൻ്റെ ചെയർപേഴ്സൺ സ്വാഗത പ്രസംഗം അവരുമായി നമ്മൾ സംസാരിച്ചു. ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ മാത്രമായിട്ടുള്ള ചിന്തയല്ല ഒരു യൂത്ത് പ്രകടിപ്പിക്കേണ്ടത് എന്നതാണ് ചെയർപേഴ്സണിൻ്റെ ചെറിയ വാക്കുകളിൽ പാടിപ്പിച്ചിട്ടുള്ള കാര്യം. നമ്മൾ ഈ ലോകത്തോട് നോക്കണമെന്നും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കുറച്ച് ദൂരെയാണെങ്കിൽ കാണുന്ന കാര്യങ്ങൾ, ആ ജീവിതങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കണം എന്നൊരു കാര്യമാണ് പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഏറെ പ്രയാസമേറിയ മരണത്തെ മുൻകണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. യുദ്ധം എന്നുള്ളത് നമ്മളാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം നോക്കിയാൽ മാനുഷികമായി ചിന്തിച്ചാൽ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഓരോ രാഷ്ട്രങ്ങളും അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ, വിവരപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർക്ക് ലാഭം കൈവരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി ചില രാഷ്ട്രീയ സ്വീകരിക്കാണ് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമ നാടക കലാകാരനും സംസ്ഥാന അവാർഡ് ജേതാവുമായ പ്രമോദ് വെളിനാട് മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൻ വി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അക്കാഡമിക്സ് ഡീൻ ഡോക്ടർ എൻ ഷീന, PTA വൈസ് പ്രസിഡന്റ് എ സുരേഷ്, കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ പ്രൊഫസർ KG ജയമോഹൻ, പ്രൊഫസർ ജിജോ ബാലകൃഷ്ണൻ, പ്രൊഫസർ R വിനീത്, പ്രൊഫസർ അമലസ് കീർത്തി, ആർട്സ് ക്ലബ് സെക്രട്ടറി MS അഭിശ്രീ എന്നിവർ സംസാരിച്ചു. ചെയർപേഴ്സൺ ആഗ്നസ് ആൻഡ്രിയ നെൽസൺ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജി സുധാകരന്റെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്തുന്നത് ചിലർ തമ്മിലുള്ള നാടകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണെന്ന് നിലവിലെ അമ്പലപ്പുഴ MLA H സലാം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് കോടതി നടപടി സ്വീകരിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.